നമസ്കാരം. മതവും വർഗീയതയും ഭക്ഷണവും സംഘടനകളെയും വിറ്റ് ജീവിക്കുന്ന ഒരുത്തൻ, മുസ്ലിം സഹോദരങ്ങളുടെ സപ്പോർട്ട് കിട്ടാനും വ്യൂസ് കിട്ടാനും വേണ്ടി ഹിന്ദു സഹോദരങ്ങളെ കുറ്റം പറഞ്ഞ് രംഗത്ത് വരുന്ന ഒരുത്തൻ. ഇത് കണ്ട് ഏതെങ്കിലും ഹിന്ദു സഹോദരങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുന്നതിന് മുമ്പേ, അവരുടെ വ്യൂസ് പോകുന്നതിന് മുമ്പേ ഏതെങ്കിലും ഒരുത്തനെ കൊണ്ടുവന്ന് വലിയ കുറിയൊക്കെ തൊടിച്ച് ഞാൻ ഹിന്ദുക്കൾക്ക് അനുകൂലമാണ് എന്നുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഒരുത്തൻ, വിദഗ്ധമായി രണ്ട് ടീമിനെയും പറ്റിക്കുന്നൊരുത്തൻ. ഇത് രണ്ടും കഴിഞ്ഞാൽ അടുത്തത് ക്രിസ്ത്യൻ സഹോദരങ്ങളെയാണ്. അവരെ ആവോളം കുറ്റം പറഞ്ഞ് മറ്റുള്ളവരുടെ വ്യൂസ് ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ക്രിസ്ത്യൻ സഹോദരങ്ങൾ തനിക്കെതിരായി വരുമ്പോഴേക്ക് ഉടനെ അടുത്ത പരിപാടി. അടുത്തത് മുസ്ലിം സംഘടനകളെ തന്നെയാണ്. മുസ്ലിം സംഘടനകളെ കുറേ കുറ്റം പറഞ്ഞ് മറ്റുള്ളവരുടെ വ്യൂസും സപ്പോർട്ടും ഉണ്ടാക്കും. ഇതിനെതിരായി മുസ്ലിം സംഘടനകൾ രംഗത്ത് വരുമ്പോഴേക്ക് അടുത്ത തന്ത്രം. അടുത്തത് BJPക്കെതിരാണ്. BJPക്കാർ എതിരാകും, അവരുടെ വ്യൂസ് പോകും എന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തനെ കൊണ്ടുവന്ന് BJP ആണെന്നും തെറ്റിദ്ധരിപ്പിച്ച് അടുത്ത വീഡിയോ ഇവനെൻ്റെ സുഹൃത്താണെന്ന സ്ഥിരം ഡയലോഗുമായി. ഇതുകൊണ്ട് മറ്റുള്ളവർ തനിക്കെതിരാകും എന്ന് കണ്ടാൽ, അവരുടെ വ്യൂസ് പോകുമെന്ന് കണ്ടാൽ ഉടനെ അടുത്ത തന്ത്രം ചാരിറ്റി എന്ന പേരിൽ അങ്ങിറങ്ങും, എല്ലാവരെയും കയ്യിലെടുക്കാൻ. പറഞ്ഞു വന്നത് അൻസാരി സൂരി എന്ന സോഷ്യൽ മീഡിയ ബിസിനസ്സുകാരനെ കുറിച്ചാണ്. പണമുണ്ടാക്കാനും വ്യൂസ് കൂട്ടാനും എന്തും ചെയ്യുന്ന, എന്തും പറയുന്ന സൂര്യയെക്കുറിച്ചാണ്. നിലക്ക് നിർത്തേണ്ടവരൊക്കെയും മൗനത്തിലാണ്. അവരൊക്കെ മടിയിൽ കനമുള്ളവരാണ്. കാരണം വ്യക്തമാണ്, അത് വിറ്റവർക്ക് ഇത് വിൽക്കുന്നവനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ.